ഇവിടെ ആളില്ലാത്തത് എല്ലായിടത്തും കാണുമല്ലോ. ലുലുവിലുണ്ട്, ശ്രീയിലുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒരു തിയേറ്റർ ആണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് എത്തുമായിരുന്നു. കെ ബി ഗണേഷ്കുമാറിൻ്റെ സാറിൻ്റെ സ്കൂളിൽ ഈ സിനിമയ്ക്ക് ശേഷം ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ സ്കൂളിലും കൊണ്ടുവരേണ്ടതാണ്. അതെന്താണെന്നുള്ള സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കുട്ടികളുടെ അഭിനയമാണ് ഈ കിടു. ഇല്ല, രാഷ്ട്രീയമൊന്നുമല്ല. രാഷ്ട്രീയമേ അല്ല സിനിമ സംസാരിക്കുന്നത്, മാനുഷികതയാണ് സിനിമ സംസാരിക്കുന്നത്. പൃഥ്വിരാജ് എന്നൊരു പയ്യൻ ക്യാരക്ടർ ചെയ്യുന്നൊരു പയ്യൻ അവൻ്റെ ഫാനായിപ്പോയി. നല്ല അടിപൊളി സിനിമ, സൂപ്പർ സിനിമ. ഒരു പ്രത്യേകതയുണ്ട്, കുട്ടികളുടേതായിട്ടുള്ള അഭിനയമാണ് ഈ കിടു. രാഷ്ട്രീയമൊന്നുമില്ല, കുട്ടികളുടേതായിട്ടുള്ള നമ്മളും പഴയ കാലത്തിലോട്ട് പോയ ഒരു ഓർമ്മ. ലാസ്റ്റ് വന്നിട്ട് ആ ക്ലാസ് റൂം അറേഞ്ച് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതൊരു പുതിയ ഒരു ഇത്. എല്ലാവരും അഭിനയം, കുട്ടികൾ സൂപ്പർ, പൊട്ടിക്കരയുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, ഇല്ല, കണ്ടിരിക്കുക സമയം പോയതേ അറിഞ്ഞില്ല. നല്ല അടിപൊളി സിനിമ, സത്യം. രാഷ്ട്രീയമൊന്നുമല്ല, നമുക്ക് കൊള്ളാം, നല്ല ഫിലിമാണ്. കുട്ടികളുടെ നമ്മളൊക്കെ കുഞ്ഞുനാളിലേ പഠിച്ച സ്കൂളിൻ്റെ ആ ഒരു ഇത് തോന്നുന്നുണ്ട്. ഞാനൊക്കെ പഠിച്ച സ്കൂൾ ഇതിൻ്റെയൊക്കെ ലൊക്കാലിറ്റി തോന്നും. അപ്പോൾ ആ ഒരു ഇത് തോന്നുന്നു, നമുക്ക് നന്നായിട്ട് ഇഷ്ടമായി. കൊച്ചുങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ പിള്ളേർ പഴയ ലോകത്തേക്ക് എത്തിയ പോലെ തോന്നുന്നത് കൊള്ളാം. രാഷ്ട്രീയമല്ലല്ലോ, കുട്ടികളും അവരുടേതായിട്ടുള്ള രീതിയല്ലേ. ഇല്ല, ആൾ കുറവ്, കാരണം 2-3 തിയേറ്ററിൽ ഓടുന്നുണ്ടല്ലോ. അല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ ആളില്ലാത്തത് എല്ലായിടത്തും കാണുമല്ലോ. ലുലുവിലുണ്ട്, ശ്രീയിലുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒരു തിയേറ്റർ ആണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് എത്തുമായിരുന്നു. ഇനി തുടങ്ങിയല്ലേ ഉള്ളൂ, ഒത്തിരി പേര് കാണാനുണ്ട്, എല്ലാവരും വരും. അടിപൊളി പടമാണ്. ബേസിക്കലി ഈ പറഞ്ഞ പോലെ വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്ത പടമാണെന്നും പറഞ്ഞ് ആരും കാണാതിരിക്കരുത്. തീർച്ചയായും തിയേറ്ററിൽ ഒന്ന് കാണണം. കാരണം സിനിമയുടെ ക്ലൈമാക്സിൽ നമുക്കൊരു സാധനം കാണിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അത്യാവശ്യമായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്കൂളുകളെല്ലാം പാലിക്കേണ്ടതാണ്. കെ ബി ഗണേഷ്കുമാറിൻ്റെ സാറിൻ്റെ സ്കൂളിൽ ഈ സിനിമയ്ക്ക് ശേഷം ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കേരളത്തിലെ എല്ലാ സ്കൂളിലും കൊണ്ടുവരേണ്ടതാണ്. അതെന്താണെന്നുള്ള സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പെർഫോമൻസ് എല്ലാം അടിപൊളിയായിരുന്നു. അജു വർഗീസിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകളൊന്നാണ്. ജോണി ആൻ്റണി ആണെങ്കിലും അതുപോലെ സൈജു കുറുപ്പിൻ്റെ ഗസ്റ്റ് പെർഫോമൻസ് ആണെങ്കിലും കുട്ടികളുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളവരാണെങ്കിലും എല്ലാവരും നല്ല പെർഫോമൻസാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും വലിയൊരു കുട്ടികളെ വെച്ചുകൊണ്ടുള്ള സിനിമ ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അവർക്ക് ചെറിയ ബഡ്ജറ്റിലാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്, എന്നാൽ പോലും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും തിയേറ്ററിൽ വന്നു തന്നെ സിനിമ കാണണം. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം പൊളിറ്റിക്സ് പറയാൻ വേണ്ടി ഈ സിനിമയിൽ പറയുന്നില്ല. പക്ഷേ ഈ സിനിമ കാണുന്നവർക്ക് ഒരു രാഷ്ട്രീയം കിട്ടും. ആ രാഷ്ട്രീയം കണക്റ്റ് ആയാൽ നല്ലതാണ്. അത് ഇന്നത്തെ സൊസൈറ്റിക്ക് നല്ലതാണ്. അല്ല, ഉഗ്രം പടം കേട്ടോ. ഭയങ്കര രസമുള്ള വളരെ സിമ്പിളായിട്ടുള്ള സിനിമ. ദിനേഷ് നമ്മുടെ സുഹൃത്താണ്, പക്ഷേ അങ്ങനത്തെ ഒരു ബയസും ഇല്ലാതെ ആ സിനിമ കാണാമെന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ഫീൽ ചെയ്യുന്ന ഒരു മൂവിയാണ്. ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. രസമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാട്ടായാലും അതിൻ്റെ സ്കോറിംഗ് ആയാലും സ്ക്രിപ്റ്റ് ആയാലും അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ആയാലും ഭയങ്കര രസമുള്ള ഫീൽ ഗുഡ് ഒരു പരിപാടി. അതിന് മനസ്സ് നിറഞ്ഞ സിനിമ കണ്ടത്. നല്ല പടം, നല്ല രസമുള്ള പടം. പിള്ളേരെ കൊണ്ടൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ആണെങ്കിലും നല്ല രസമുണ്ട്. രാഷ്ട്രീയമൊന്നുമില്ല. പിള്ളേരെ എന്താ പറയുക, പിള്ളേരൊക്കെ എന്താണ് സ്കൂളിൽ ഉണ്ടാകുമ്പോഴുള്ള മത്സരങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ നല്ലൊരു മെസ്സേജും സുഹൃത്ത് ബന്ധങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നല്ല രീതി. രസമുള്ള പടമാണ്. നല്ല സ്ക്രിപ്റ്റാണ്. നല്ല രസമായിട്ട് എല്ലാവർക്കും ഒരു ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന, കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമ. അല്ലല്ല, ഇതൊരു കുറച്ചുകൂടി ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റും ഒരു സ്കൂൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്നൊരു രസമുള്ളൊരു സിനിമയാണ്. എന്ന് കരുതി തീരെ ഒരു കുട്ടികളുടെ സിനിമയല്ല, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു രസമുള്ള. ഇല്ല, രാഷ്ട്രീയമൊന്നുമല്ല. രാഷ്ട്രീയമേ അല്ല സിനിമ സംസാരിക്കുന്നത്, മാനുഷികതയാണ് സിനിമ സംസാരിക്കുന്നത്. ഒരു സ്കൂളിലെ ഒരു എങ്ങനെയായിരിക്കണം, ഒരു സ്കൂളിലെ ടീച്ചേഴ്സ് അധ്യാപകർ എങ്ങനെയായിരിക്കണം, കുട്ടികൾ എങ്ങനെ പെരുമാറണം, അതിലൊരു ടീച്ചിങ് അല്ലാതെ നമുക്ക് ഭയങ്കര ടീച്ചിങ് ആയിട്ട് പറഞ്ഞു തരാതെ രസകരമായ ഒരു സ്ക്രിപ്റ്റ് കൂടെ അവർ പറഞ്ഞു തന്നിരിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു അംബ്രല്ല ടേമിൽ നോക്കിയാൽ സോഷ്യലിസം എങ്ങനെയാണ് കൃത്യമായി നമുക്കൊരു സമൂഹത്തിൽ ഒരു സ്കൂളിൽ പറയാൻ പറ്റുന്നതെന്ന് ആ സിനിമ പറയുന്നുണ്ട്. അതിനകത്തൊരു പൃഥ്വിരാജ് എന്നൊരു പയ്യൻ ക്യാരക്ടർ ചെയ്യുന്നൊരു പയ്യൻ അവൻ്റെ ഫാനായിപ്പോയി. അസാധ്യ പെർഫോമറാണ്. എല്ലാവരും നല്ല പെർഫോമൻസാണ് പിള്ളേരെല്ലാം. ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കണ്ണനായാലും ആനന്ദ് മന്മഥനായാലും അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടികളാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പൃഥ്വിരാജ് എന്നൊരു ക്യാരക്ടർ കൈകാര്യം ചെയ്തൊരു പയ്യൻ, പേരെനിക്കറിയില്ല.